ഹലോ ഗൈസ്, നമ്മൾ ജാങ്കോൻ്റെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാങ്കോയിൽ നമ്മളൊരു അഡ്മിൻ പാനലൊക്കെ ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെങ്കിൽ അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാങ്കോ ഓൾറെഡി നമുക്കൊരു അഡ്മിൻ പാനൽ തരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു തീമിനെക്കാട്ടി നല്ലൊരു തീം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മളൊരു തീം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റിൻ്റെ നെയിം ജസ്റ്റ് DJP എന്ന് കൊടുത്തു. ഈ CD ഇതിക്ക് ചേഞ്ച് ആക്കണം. ഇനി ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. മാനേജ് ഡോട്ട് സ്റ്റാർട്ട് ആപ്പിൻ്റെ നെയിം ഞാൻ ഹോം എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മളിവിടെ ഒരു ഇതുണ്ടാക്കണം. നമുക്കിത് ജസ്റ്റ് റൺ ചെയ്യാം. റൺ സെർവർ കൊടുത്തു. സെർവർ റൺ ചെയ്തു. ഓക്കെ, ഈ ഒരു IP അഡ്രസ്സിൽ സെർവർ റൺ ആയിട്ടുണ്ടാവും. ഓക്കെ, ജാങ്കോൻ്റെ റൺ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഓക്കെ, നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരും. ഓക്കെ, നോട്ട് ചേഞ്ച്. ഇപ്പോൾ മൈഗ്രേറ്റ് കൊടുക്കാം നമുക്ക്. ഓക്കെ, മൈഗ്രേറ്റ് ആയി. നമ്മൾ ഒന്നും കൂടി റൺ ചെയ്യുക, ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്നുള്ളത്. ഓക്കെ, ഞാൻ അഡ്മിൻ കൊടുത്തു. ഇഷ്ടമുള്ള കൊടുക്കാം. ഇമെയിൽ പാസ്വേഡ് 1234 5 കൊടുത്തു. പിന്നെ 1234 5 കൊടുത്തു. ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, വൈ കൊടുത്തു. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ സെർവർ കൊടുത്തു. /admin കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിൻ പാനൽ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്ന അഡ്മിൻ പാനലാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു സംഭവം നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു തീമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജാസ്മിൻ അടിച്ചിടുക, ജാങ്കോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാ കിടക്കണം. അപ്പോൾ ഇതിന് ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടോ. എങ്ങനെ ഇരിക്കും, ഈ ഒരു മോഡലിൽ ഇരിക്കും ആ ഒരു അഡ്മിൻ പാനൽ നമ്മളിത് ചെയ്തു വരുമ്പോൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന അഡ്മിൻ പാനൽ ഇതാണ്. ഈ കണ്ടില്ലേ ഒരു ഫോട്ടോ കാണാൻ പറ്റും ഫുള്ളായിട്ട്. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് ആക്കാനാണ് ഈ ഒരു ജാസ്മിൻ പറഞ്ഞത് ഇതിലേക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ബാക്ക് അടിച്ചു. ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് എന്ന് കിടക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യാം. പിപ്പ് ഇൻസ്റ്റാൾ, ഈ ഒരു കമാൻഡ് നമുക്ക് അവിടെ അടിക്കാം. എവിടെ, ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിൽ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആവുകയാണ്. ഓൾറെഡി ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ, ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. ഇനി ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റാൾഡ് ആപ്പിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി ഈ ജാസ്മിൻ എന്ന് കൊടുക്കുക. നമ്മൾ ആപ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്യുള്ളൂ ഇൻസ്റ്റാൾഡ് ആപ്പിൽ. അതേപോലെ തന്നെ അതിൽ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി കൊടുക്കണേ. എവിടെയെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോവുക. നമ്മളെ പ്രൊജക്റ്റിലെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇവിടെ ഈ ഒരു ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കൊടുക്കണം. അടി കൊടുത്താൽ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എന്നിട്ട് നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. നമ്മൾ അഡ്മിൻ പാനൽ ഇപ്പോൾ ഇരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് അഡ്മിൻ പാനൽ എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നോക്കാം.
റൺ ചെയ്യാം. സെർവർ റൺ ചെയ്തു. അഡ്മിൻ പാനൽ ഇങ്ങനെയായിരുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഫുള്ളി കാണാൻ ഒരു ഭംഗി നമ്മൾ അഡ്മിൻ പാനൽ കിട്ടി. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. കണ്ടോ, കാണാൻ ഒരു ഭംഗി നമുക്ക് കിട്ടി. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.